ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ഡ്രാഗൺ ഫ്രൂട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ട് ഒന്ന് വാങ്ങിക്കുന്നതും കഴിക്കുന്നതും ഒക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് ഡ്രാഗൺ ഫ്രൂട്ട് മാത്രമല്ല, ഓക്കെ, അപ്പം നമ്മൾ എല്ലാ ഫ്രൂട്ട്സും വെച്ച്, എല്ലാ ഫ്രൂട്ട്സും ഇല്ല, എൻ്റെ കയ്യിലുള്ള കുറച്ച് ഫ്രൂട്ട്സൊക്കെ വെച്ച് നമ്മളൊരു സ്പെഷ്യലായിട്ടൊരു സാധനം നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. ഡ്രാഗൺ ഫ്രൂട്ട് ഞാൻ ഇതുവരെ കഴിച്ചില്ല, അങ്ങനെ ഒരു ആഗ്രഹത്തിന് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് പൈനാപ്പിളുണ്ട്, ആപ്പിളുണ്ട്, മാങ്ങയുണ്ട്, ഇതൊക്കെയുണ്ട്, പിന്നെ മുന്തിരിങ്ങയുണ്ട്. ഇതെല്ലാം നമ്മൾ വിഷുവിൻ്റെ ഫ്രൂട്ട്സാണ് കേട്ടോ. വിഷുവിന് നമ്മൾ കണി വെച്ച ഫ്രൂട്ട്സാണ് ഇതെല്ലാം. ആപ്പിൾ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ മാങ്ങ തൊലിയൊക്കെ ചെത്തി അതിൻ്റെ തൊലി ഇരുന്നിങ്ങി പോരുമായിരുന്നു, കാരണം അതുപോലെ പഴുത്ത നല്ല മധുരമുള്ള മാങ്ങയാണ്. അതും കൂടെ നമ്മൾ കട്ട് ചെയ്തൊന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് അതും കൂടെ നമുക്ക് മുറിച്ച് കൊടുക്കാം. ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് വേണ്ട മുന്തിരിങ്ങയാണ് കേട്ടോ. മുന്തിരിക്കയും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പൈനാപ്പിൾ വേണം. പൈനാപ്പിളിൻ്റെ തൊലിയൊക്കെ ചെത്തി സ്മോൾ പീസസായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് സാഗോയാണ്. സാഗോ നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ വളരെ കുറച്ച് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ, നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ കട്ട പാല് നമ്മൾ എടുത്തിട്ടുണ്ട്, അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കുറച്ച് പാല് വേണമെങ്കിൽ നമുക്കല്ലാതെയും നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് അതിനകത്തോട്ട് കുറച്ച് പഞ്ചസാരയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വളരെ കുറച്ചേ ചേർക്കുന്നുള്ളൂ പഞ്ചസാര, നിങ്ങൾക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇതിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിൻ്റെ അകത്തോട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നട്ട്സ്, അതുപോലെ റേസിൻസ്, ബദാമൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കശുവണ്ടി ചേർക്കുന്നുണ്ട്, റേസിൻസ് നമുക്ക് ചേർക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഹെൽത്തി ആയിട്ടൊരു ഡ്രിങ്കാണ്, അല്ലെങ്കിൽ ഫ്രൂട്ട് സലാഡ് പോലെ. ഞാൻ ഇവിടെ കസ്റ്റർഡ് പൗഡർ ഇവിടെ ചേർക്കുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം.